കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും മത്സ്യത്തൊഴിലാളികളും സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയത്. ഗൗതം കൃഷ്ണയുടെ അമ്മയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഫിഷറീസ് വകുപ്പ് നടപടിയെടുത്തു. നീണ്ടകര ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് തസ്ലീന ബീഗത്തെ സ്ഥലം മാറ്റി. റിസ്വാൻ ഹുസൈൻ വിവരങ്ങൾ നൽകും. റിസ്വാൻ, നേരത്തെയും മഴ തുടരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണോ ഇപ്പോൾ തെരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അനീഷ, ഇപ്പോഴും മഴ തുടരുകയാണ്. കൊല്ലം ജില്ലയിൽ ഇടവിട്ട് വലിയ രീതിയിലുള്ള കനത്ത മഴ തന്നെയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. നാളെ വീണ്ടും സംയുക്തമായ തിരച്ചിൽ തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസും ഫിഷറീസ് വകുപ്പും അറിയിക്കുന്നത്. ഇന്നത്തെ തിരച്ചിലിൽ ഈ ഗൗതം കൃഷ്ണയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ 9 ദിവസമായുള്ള ഗൗതം കൃഷ്ണയ്ക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ തെരച്ചിൽ ഊർജിതമാക്കുന്നത്. ഈ ഊർജിതമാക്കാനുള്ള കാരണം ഈ ഗൗതം കൃഷ്ണയുടെ അമ്മയുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ തെരച്ചിൽ ഊർജിതമാക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ ഉപരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഈ ഫിഷറീസ് വകുപ്പ് ഇടപെട്ട് മന്ത്രി അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് ഈ തെരച്ചിൽ ഊർജിതമാക്കാൻ ശ്രമിച്ചത്. ഇതിന് പിന്നാലെ ഇന്നലെ ഹെലികോപ്റ്റർ അടക്കം എത്തിച്ച് കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ഉപയോഗിച്ച് അടക്കമുള്ളൊരു തെരച്ചിൽ, ഡ്രോൺ പരിശോധന അടക്കം അവിടെ നടത്തിയിരുന്നു. പക്ഷേ 9ാമത്തെ ദിവസം എത്തുമ്പോഴും ഇന്നത്തെ തെരച്ചിലിലും ഗൗതം കൃഷ്ണയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് വിഷമകരമായ കാര്യം. ഒരു പക്ഷേ നാളെ തെരച്ചിലിൽ പ്രധാനമായും ഇതിനുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രതികൂല കാലാവസ്ഥയാണ്. പ്രത്യേകിച്ച് ശക്തമായ തിരമാലയുണ്ട്, ഉയർന്ന തിരമാലയുണ്ട്, കനത്ത മഴയുണ്ട്, മാത്രമല്ല നല്ല കാറ്റുണ്ട്. ഈ കാലാവസ്ഥയിൽ ഈ തെരച്ചിൽ ദുഷ്കരമാണ്. പ്രത്യേകിച്ച് ഈ സ്കൂബ ഡൈവിംഗ് അടക്കമുള്ള വിദഗ്ധർ അവിടെ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. അവർക്ക് ഈ കടലിൽ ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ സാഹചര്യത്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ വലയിൽ മൃതദേഹം കുടുങ്ങി എന്നുള്ളതാണ് നിലവിൽ ഫിഷറീസ് വകുപ്പ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂബ ഡൈവർമാരുടെ സഹായം അത്യാവശ്യമാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഈ കാലാവസ്ഥ പ്രതികൂലമായ ഒരു സാഹചര്യം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരച്ചിൽ എന്തായാലും നിലവിൽ അവസാനിച്ചിട്ടുണ്ട്. നാളെ കാലാവസ്ഥ കുറച്ചുകൂടി നല്ലതാവുകയാണെങ്കിൽ ഒരു പക്ഷേ തെരച്ചിലിൽ ഈ മൃതദേഹം കണ്ടെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസും വെച്ചു പുലർത്തുന്നത്. ശരി.